ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിക്ക് ആവശ്യമായ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ചിക്കൻ മസാല, ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമ്മൾ നന്നായി തിരുമ്മി യോജിപ്പിച്ച് വെക്കുക. കുറച്ച് സമയം അത് മാറ്റി വെക്കണം. അതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ചിക്കൻ വേവിക്കുവാനുള്ള പാത്രം വെക്കണം. പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നിർബന്ധമില്ല കേട്ടോ. അതൊന്ന് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ സവാള ചേർക്കണം. സവാള ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. ഒരുവിധം സവാള ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് മൂടി വെച്ച് വീണ്ടും ഒന്ന് ചെറിയ തീയിൽ തന്നെ ഒന്ന് വേവിക്കണം. ആ സവാള വീണ്ടും ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചേർക്കണം. ഈ തക്കാളിയും ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല അത് ഇതിലേക്ക് ചേർക്കണം. ചിക്കനും മസാലപ്പൊടിയെല്ലാം കൂടി നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ ചിക്കൻ കറി വെക്കുമ്പോൾ അതിൽ നിന്ന് ആവശ്യമായ വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ വരും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഇങ്ങനെ ഗ്രേവി വേണമെന്നുള്ളവർക്ക് വേണേൽ ഇതൊന്ന് വെന്തൊക്കെ കഴിയുമ്പോഴത്തേനും ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ കിട്ടും. ഇതിപ്പോൾ ചോറിന് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിക്കുക. മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. കണ്ട അതിൽ നിന്ന് വെള്ളം ഊറി വന്നുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലാണ്ട് ആവശ്യത്തിന് വെള്ളം ഉണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടിയൊക്കെ ഒന്ന് വേകണം കേട്ടോ. വെന്താലാണ് ഇത്. വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പം കണ്ട ഇച്ചിരി കൂടിയൊക്കെ ഒന്ന് ഇതായില്ലേ, വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലൊരു ഗ്രേവിയായി. അതിലേക്ക് കുറച്ച് വേപ്പില, ഇതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് അതിന് ശേഷം ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റും. ചിക്കൻ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.